ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ്രോ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഏതെങ്കിലും കാരണവശാൽ ഓണാകാതിരിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമ്മുടെ ഫോൺ ഓണാകാതിരിക്കും. ഒന്നുകിൽ പൂർണ്ണമായിട്ടും ഡെഡ് ആയിരിക്കും, ഒന്നും തന്നെ ഫോണിൽ ഒന്നും തന്നെ കാണുകയില്ല, പൂർണ്ണമായിട്ടും ബ്ലാക്ക് കളറിലായിരിക്കും, ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണുക, ഫോൺ പൂർണ്ണമായിട്ടും ഡെഡ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ ഒരു ലോഗോ മാത്രമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുക, ഫോൺ പൂർണ്ണമായിട്ടും ഓൺ ആകാതെ ഒരു ലോഗോ മാത്രമായിട്ട്. സാംസങ് ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ലോഗോ മാത്രം കാണും, ലെനോവോ ആണെങ്കിൽ ലെനോവയുടെ ഒരു ലോഗോ, MI ആണെങ്കിൽ ഷോമിയുടെ ഒരു ലോഗോ, അല്ലെങ്കിൽ OnePlus ആണെങ്കിൽ OnePlusൻ്റെ ലോഗോ. ഏത് ഫോണാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ഏത് മോഡലാണോ ഇരിക്കുന്നത്, ആ മോഡലിൻ്റെ ലോഗോ മാത്രമായിട്ട് സ്ട്രക്കായിട്ട് തന്നെ ഇരിക്കും, മുന്നോട്ട് പോകത്തില്ല. ആ രീതി സ്ട്രക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ, അതിനെ ബൂട്ട്ലൂപ്പ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ലോഗോ സ്ട്രക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ആ ഒരു അവസ്ഥയിലാണെങ്കിലോ വരികയാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഫോൺ ഒരു ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നമുക്ക് ഓണാക്കി എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇത് എല്ലാ പ്രോബ്ലംസിനും, നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ പ്രോബ്ലംസിനും ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ശരിയാകണമെന്നില്ല. ഏകദേശം 50% മിക്കവാറുമൊക്കെ ഞാൻ ഈ പറയുന്ന രീതികൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഫോൺ ഓണായി കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫോൺ ഓണാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് ഫോണിൽ ഷോട്ട് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസുകൾ, സോഫ്റ്റ്വെയർ ഇഷ്യൂസുകൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഷോപ്പിൽ കൊടുത്ത് തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, അർജുൻ വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതിൽ ഞങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് ഒക്കെ അതിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത്, ലൈവ് വീഡിയോസുകളൊക്കെ അതിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലൈവൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അതിൻ്റെ ലിങ്ക്, ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഈ മൊബൈലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമൊക്കെ കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ ഇളക്കിയെടുക്കൊന്നും വേണ്ട. ഞാൻ ജസ്റ്റ് ഒരു ഫോൺ റിപ്പയറിങ്ങിന് വന്നപ്പോഴത്തേക്കും ജസ്റ്റ് അതിൻ്റെ ബാക്ക് പോർഷൻ ഒന്ന് ഇളക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം മതി നമുക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട മെത്തേഡുകളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊളിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓടിക്കേറി നിങ്ങളുടെ ഫോണിൻ്റെ ബാക്കൊന്നും പൊളിക്കാൻ നിൽക്കേണ്ട, ഒന്നും തന്നെ ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണിൻ്റെ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു പവർ ബട്ടണിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ഒരു 10-15 സെക്കൻഡ്, ഇപ്പോൾ ഓണായില്ലേലും 10-15 സെക്കൻഡ് ഇങ്ങനെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ ലോഗോ ഒക്കെ വരും, നിങ്ങളുടെ ഫോണിൻ്റെ ലോഗോ മറ്റു കാര്യങ്ങളൊക്കെ വരും. എങ്കിലും വിടല് ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓണായി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോണാണെങ്കിൽ, ബാറ്ററി റിമൂവബിൾ ബാറ്ററി ആണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ബാറ്ററി അവിടെ എവിടെയെങ്കിലും വയ്ക്കുക. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം വീണ്ടും ഇൻസെർട്ട് ചെയ്തിട്ട് വീണ്ടും പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10-15 സെക്കൻഡ് ലോങ് ആയിട്ട് തന്നെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ റിമൂവൽ ബാറ്ററി ആണെങ്കിൽ, ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അത് ഒന്നാമത്തെ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ചാർജിങ് നിങ്ങൾ ചാർജറുണ്ട്, നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ. ഓക്കെ, ഈ ഒരു ചാർജർ കുത്തി ട്രൈ ചെയ്യുക. എങ്ങനെയാണ് കുത്തേണ്ടത്? നിങ്ങളുടെ ഫോണിൻ്റെ പവർ ബട്ടൺ, ഈ ഒരു പവർ ബട്ടൺ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചാർജർ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചാർജർ കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ചാർജ് കയറുന്നതായിട്ടൊക്കെ കാണിക്കും. എന്നിട്ടെങ്കിലും നിങ്ങളുടെ പവർ ബട്ടണിൽ നിങ്ങൾ കൈയെടുക്കരുത്, അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ഒരു 10-15 സെക്കൻഡ് ഇനി അതേപോലെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരും എന്നുള്ളതാണ്. ഓക്കെ, കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓണായി വരും. ചിലപ്പോൾ ചാർജ് കയറുന്ന സിമ്പിളെ കാണിക്കും, എങ്കിൽ നിങ്ങൾ കയ്യൊന്നും എടുത്ത് കളയൽ, പവർ ബട്ടൻ്റെ കയ്യൊന്നും എടുത്ത് കളയൽ, ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് അങ്ങനെ തന്നെ പിടിച്ച് വെച്ചുകൊണ്ട് ഫോൺ ഓണാവുന്നത് വരെ തന്നെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തിട്ടും ഈ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ഓണാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ റിക്കവറി മോഡിലേക്ക് എടുക്കുക എന്നുള്ളതാണ്.
റിക്കവറി മോഡ് എടുക്കുക എന്ന് പറയുന്നത് ഓരോ ഫോണിൻ്റെയും റിക്കവറി മോഡ് എന്ന് പറയുന്നത് എടുക്കേണ്ട രീതി വ്യത്യസ്തമാണ്. നമ്മുടെ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഇതൊക്കെ ഒരു കോമ്പിനേഷൻ വഴിയാണ്, ഒരു ഹാർഡ് കീ കോമ്പിനേഷൻ വഴിയാണ് റിക്കവറി മോഡിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ റിക്കവറി മോഡിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. അത് കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു മോഡൽ പോലെ ആയിരിക്കില്ല മറ്റൊരു മോഡൽ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മോഡൽ ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഹൗ ടു എനേബിൾ റിക്കവറി മോഡ് ഇൻ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ അടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടെ വരും. നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക, അതെങ്ങനെയാണെന്നുള്ളത് അത് നോക്കി മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ റിക്കവറി മോഡിൽ എടുക്കുക. ഇപ്പോൾ എൻ്റെ ഈ സാംസങ് ഫോണാണ്. സാംസങ് ഫോണിൻ്റെ റിക്കവറി മോഡ് എന്ന് പറയുന്നത് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ. അതാണ് സാംസങ് ഫോണിൽ. പഴയ ഫോണുകളിലേക്ക് ഒരു ഹോം ബട്ടണുള്ള ഒരു ഫോണുകളിലേക്ക് റിക്കവറി മോഡിലേക്ക് പോകുന്നത് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ. ഈ 3 ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യണം. ഇപ്പോൾ ഹോം ബട്ടൺ ഇല്ലാത്തതാണെങ്കിൽ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഈ 2 ബട്ടണുമാണ് ലോങ് ആയിട്ട് പ്രസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ ഇത് വോളിയം അപ്പ് ബട്ടൺ, പവർ ബട്ടൺ ആൻഡ് ഹോം ബട്ടൺ ഈ 3 ബട്ടണും ഒരേ സമയം ഒരു 10 സെക്കൻഡ് ഒരേ സമയം ഇത് ഫോൺ ഓണായി എന്നത് ജസ്റ്റ് ഒന്ന് ഒരു 5-10 സെക്കൻഡ് ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുക. റിക്കവറി മോഡിലേക്ക് വരുന്നത് കാണിച്ചു തരാം. സോറി, ഇതിപ്പം ഡൗൺലോഡ് മോഡിലേക്കാണ് വന്നത്. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. വോളിയം ഡൗൺ ബട്ടൺ ആയിപ്പോയി പ്രസ് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഈ ലോഗൊക്കെ വന്നാലൊന്നും നിങ്ങൾ കയ്യൊന്നും എടുത്ത് കളയൽ, ജസ്റ്റ് പിടിച്ചു വെച്ചുകൊണ്ട് ഒരു 5-10 സെക്കൻഡ് പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. റിക്കവറി മോഡിൽ വരുന്നത് വരെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, റിക്കവറി മോഡ്. ഇതാണ് ഫോണിൻ്റെ റിക്കവറി മോഡ്. ഇതിൽ നമുക്ക് ചില ഫോണുകളിൽ ഇതിൽ ടച്ച് വർക്കാവും, ചില ഫോണുകളിൽ ടച്ച് വർക്കാവത്തില്ല. ഇത് സെലക്ട് ചെയ്യേണ്ടത് വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടൺ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്, പിന്നെ അത് നമുക്ക് കൺഫേം ചെയ്യേണ്ടത് നമുക്ക് പവർ ബട്ടൺ ഉപയോഗിച്ചാണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഒരു റീബൂട്ട് സിസ്റ്റം നൗവിൽ വന്നതിന് ശേഷം നിങ്ങളുടെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് സെലക്ട് ആവുകയും നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കായി റീബൂട്ടായി ഫോൺ ഓൺ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. റീബൂട്ട് സിസ്റ്റം നൗ കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് ചെയ്യേണ്ടത് റിക്കവറി മോഡിലെത്തിയതിനു ശേഷം റീബൂട്ട് സിസ്റ്റം നൗ കൊടുക്കാം. എന്നിട്ട് അതിൽ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് വോളിയം അപ്പ് ബട്ടൺ അല്ലെങ്കിൽ ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് താഴോട്ട് സെലക്ട് ചെയ്യുക. ഇതേപോലെ ഇവിടെ വെച്ച് താഴോട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, അവിടെ നിങ്ങൾക്ക് വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ്, അതായത് നമ്മുടെ ഫോൺ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും ഇറേസായി പോകും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസുകൾ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ എല്ലാം തന്നെ ഇറേസായി പോകും. ഒരു പുതിയ ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയിരിക്കും അങ്ങനെ മാത്രമായിരിക്കും കിട്ടുക. സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ നമ്മൾ യൂസേഴ്സിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇറേസായി പോകും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോണിലുള്ള ജിമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജിമെയിൽ ഐഡിയും പാസ്വേഡും അറിയാതെ നിങ്ങൾ ഇതേപോലെ ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ വന്നതിന് ശേഷം ഹാർഡ് ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ FRP ലോക്കിൽ കൊടുക്കും. FRP ലോക്ക് എന്ന് പറയുന്നത് ഇത് ഫോൺ ഓണായി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കും. ഫോണിൽ ഓൾറെഡി ഉപയോഗിച്ചിരിക്കുന്ന ജിമെയിൽ ഐഡിയും പാസ്വേഡും ചോദിക്കും. ആ ഒരു ജിമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നമുക്ക് പിന്നെ അത് ബൈപ്പാസ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. അതൊക്കെ കുറച്ച് പൈസ ചിലവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ജിമെയിൽ ഐഡിയും പാസ്വേഡും അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാവൂ. FRP ലോക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ, തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വൈപ്പ് ഫാക്ടറി റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷന് മിക്ക ഫോണുകളും എന്ത് പ്രശ്നം വന്നാലും, നിങ്ങളുടെ ഫോണിൽ എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു ഹാർഡ് റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മിക്കവാറും ആ ഫോണിൻ്റെ പ്രോബ്ലംസുകൾ മാറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുക, ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം വൈപ്പ് ഡേറ്റ ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് യെസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ താഴെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വോളിയം ഡൗൺ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ആൾ യൂസേഴ്സ് ഡേറ്റാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ പവർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളത് കൺഫേം ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ചില ഫോണുകളൊക്കെ ചിലപ്പോൾ 5-10 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട് ഈ ഒരു ഫാക്ടറി റീസെറ്റ് ചെയ്ത് വരാൻ. ചില ഫോണുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫാക്ടറി റീസെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്നും വന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ബേജാറൊന്നും ആവണ്ട. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ചില ഫോണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ റീബൂട്ട് സിസ്റ്റം നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോണൊന്ന് റീബൂട്ട് ചെയ്ത് ഓണാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എന്നിട്ടും നിങ്ങളുടെ ഫോൺ ഓൺ ആകുന്നില്ല, നേരത്തെ പഴയ കണ്ടീഷനിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഷോപ്പിൽ കൊടുത്ത് സോഫ്റ്റ്വെയർ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കുക. രണ്ടാമത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫോണിലുണ്ടോ, ഷോർട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അത് ഷോപ്പിൽ ടെക്നീഷ്യന് പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണ് പ്രോബ്ലംസ്. ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള അകത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കാം ഇത്തരം പ്രോബ്ലംസുകൾ. അത് ഷോപ്പിൽ കൊടുത്ത് തന്നെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്താൽ മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ EMC കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ CPU സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമോ ആയിരിക്കാം. ഒന്ന് IC ഒക്കെ ഇളക്കി ചിലപ്പോൾ റീബോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയായി ഫോൺ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. അതേപോലെ ചെയ്യുക. നിങ്ങളുടെ ഫോൺ ഇതേപോലെ ചിലപ്പോൾ ഓണായി വരും. വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡുകളൊക്കെ അത് അവർക്കറിയാം, ടെക്നീഷ്യന്മാർക്കറിയാം. അത് അവർ ചെയ്ത് നിങ്ങളുടെ ഫോൺ റെഡിയാക്കി തരും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.